താനെന്തിനാ എന്റെ വണ്ടിയുടെ പുറകെ കയറി ഇരിക്കുന്നത്? ഞാൻ നിന്റെ വണ്ടിയുടെ പുറകിലല്ല, നീ എന്റെ വണ്ടിയുടെ മുമ്പിലാ. അയ്യോ, ഇതെന്താ? കാമ്പടല്ലേ പോത്ത്? നിങ്ങളാരാ? കാലൻ. ഏത് കാലൻ? അങ്ങനെ തരംതിരിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് കാലന്മാരൊന്നുമില്ല. ആ ഒറ്റ കാലിനെ ഉള്ളത് ഞാനാ. നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണു? ചത്തവരുടെ ആത്മാക്കൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ട് എന്നെ കൊണ്ടുപോകണേ? നീ എത്തുപോയോണ്ട് എന്താ വിശ്വാസം വരുന്നില്ലേ? ആ മോട്ടോർ ബൈക്ക് ഇവിടെ നടന്നപ്പോഴേ നീ എത്തുപോയി. ഇപ്പൊ നീ പപ്പനല്ല, പപ്പന്റെ ആത്മാവാ. ചിത്രകുത്തനായിരിക്കും കണക്ക് തെറ്റിയത്. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അല്ല പ്രഭു, വല്യമംഗലത്തെ പത്മനാഭൻ എന്ന പപ്പൻ ഇവനല്ല. പത്മനാഭൻ എന്ന പപ്പൻ വാതരോഗിയാണ്. 62 വയസ്സുണ്ട്. അയാളാണ് ഇവന് വേറെ മരിക്കേണ്ടത്. പത്മനാഭൻ എന്ന പപ്പൻ ഞാനില്ല. എന്റെ പേര് പത്മകുമാർന്ന്. പത്മകുമാർന്ന് പപ്പൻ. അതെ, അവിടെ മര്യാദയ്ക്ക് മിണ്ടാകുന്നാ മതി. പപ്പനാണോ കുമാരാണോ എന്നൊക്കെ ഞാൻ നോക്കോളാം. അത് നോക്കാത്തോണ്ടല്ലേ കുഴപ്പമൊക്കെ വന്നത്. അപ്പൊ എനിക്ക് തെറ്റെന്നാണോ ചിത്രകുത്തം പറയുന്നത്? അതാണ് സത്യം. ഭൂമിയിൽ നടന്ന അപകടം ചിത്രകുത്തം കണ്ടില്ലല്ലോ. ഇല്ല, അത് കണ്ട ഞാനല്ല ഏതൊരു വ്യക്തി വിചാരിക്കും ഇവൻ ക്ലോസ് ആയെന്ന്. അതുകൊണ്ടാവും മരിച്ചെന്ന് ഞാൻ കരുതിയത്. ഇപ്പൊ സംഗതി ആകെ അൽക്കുൽത്തായോ? ഈ പപ്പൻ ഇതുപോലൊരു അപകടത്തിൽപ്പെട്ടാണ് മരിക്കേണ്ടത്. അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നത് ഇവന്റെ ഒരു വിധിയാണ്. ഇവന്റെ അച്ഛനും അമ്മയും ഇതുപോലൊരു റോഡ് അപകടത്തിലാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദുർവിധിയുടെ അവസാനത്തെ കന്യാണ് ഇവൻ. അതെ, പക്ഷേ ആയുസവന് 7 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് മരിക്കണ്ടല്ലേ, സാരമില്ല. എന്ത് സാരമില്ല? എടാ പപ്പ, ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, പോട്ടാ. എങ്ങോട്ട് പോട്ടെന്ന്? എന്റെ 7 ദിവസം എനിക്ക് നിസ്സാരമല്ല. എനിക്ക് ജീവിക്കണം. 7 നീ ചുമ്മാ ആയിരുന്നു ബഹളം വെക്കാതെ പപ്പ. ഞാൻ ബഹളം വെക്കും. ഇതെന്റെ ആയുസിന്റെ പ്രശ്നമാണ്. എനിക്ക് ഭൂമി ജീവിക്കണം. 7 ദിവസം പപ്പനായിട്ട് ജീവിക്കണം. എനിക്കെന്റെ ചെറിയനെ കാണണം. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. പപ്പ, നിനക്ക് 7 ദിവസം സ്വർഗതുല്യമായി എല്ലാ സുഖസൗകര്യങ്ങളും കൂടി ഇവിടെ കഴിയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. എനിക്കതൊന്നും അറിയണ്ട. എന്നെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചാൽ മതി. നീ പറയുന്നതൊക്കെ നിനക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അതിലുണ്ടൊരു പ്രശ്നം. നിങ്ങളെ തുടരാൻ പിടിക്കുന്ന പ്രശ്നം കുഴപ്പമുണ്ടാക്കരുത്. അല്ല പ്രഭു, ആയുസത്താത്ത ഈ ആത്മാവിനെ ഇവിടെ നിർത്തുന്നത് നമ്മുടെ നിയമത്തിന് വിരുദ്ധമാണ്. തന്നെയുമല്ല, ഇവനിവിടെ നിർത്തിയാൽ ഇവൻ മറ്റാത്മാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. തീർച്ചയായും ശല്യം ചെയ്യും. ഒരു സംശയം വേണ്ട, ഞാൻ ശല്യം ചെയ്യും. അപ്പൊ നിനക്ക് ഭൂമിയിലേക്ക് പോകണം. പോണം. അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എടാ കൊച്ചനെ, നിന്റെ ശരീരം നശിച്ചുപോയി. നീ ആത്മാവ് മാത്രമാ. അതുകൊണ്ട് നീ ഇപ്പൊ ഒന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് പോയേ പറ്റൂ. എടാ പപ്പ, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ നീ ഭൂമിയിലേക്ക് പോയി ഉടനെ തന്നെ തിരിച്ചു പോകണമെന്ന് തോന്നും. എന്നെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ടോ അതോ? സെറീന, ഇത് ഞാനാണ് സെറീന, പപ്പൻ. സെറീന, 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 നിക്ക് സെറീന. സെറീന, സെറീന. ഞാൻ റെഡിയല്ലേ? എത്ര നേരം ഇവിടെ കാത്തിരിക്കുന്നു? ഞാനും കൂടെ വേണം. ഇനി തക്കിക്കാനൊന്നും നേരമില്ല. ഇപ്പോഴേ ലേറ്റ് ആയി. കമോൺ, പോകുന്ന വഴിക്ക് പപ്പനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാം. വേണ്ട ഡാഡി, പപ്പനെ ഇപ്പൊ കാണണ്ട. പിന്നെ പിണങ്ങിയോ? പിണക്കൊന്നുമില്ല, ഞങ്ങൾ തമ്മിലൊരു വാശിയില്ല. നിങ്ങളുടെ പിണക്കൊക്കെ ഞാൻ ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ടിരുന്നു. വേണ്ട ഡാഡി, എന്നെ ഇനി കല്യാണത്തന്നെ കാണുന്ന പപ്പൻ പറഞ്ഞിരിക്കുന്നത്. അതുവരെ തമ്മിൽ കാണാതെ കഴിയണം. അത് നമുക്ക് ആലോചിക്കാം. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് വന്നു ചിരിക്കുന്നു. ചിരിക്കാൻ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ പപ്പ, നിന്നോട് ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, ഈ ഭൂമുഖത്ത് നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നീ ഇപ്പൊ വെറും ആത്മാവ് മാത്രമാ. ശരീരം ഇല്ലാത്തത്തോളം കാലം ഈ ഭൂമിയിൽ നിന്നെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റില്ല. എങ്കിൽ എനിക്കൊരു ശരീരം തരണം. അതിനിപ്പോ ഞാനെന്തോ ചെയ്യാനോ? അവരെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതൊന്നും എനിക്കറിയണ്ട. എനിക്കൊരു ശരീരം വേണം. ആരും കേൾക്കാനോ കാണാനോ വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് കഴിയാൻ വയ്യ. നിങ്ങൾക്ക് പറ്റിയ അവസ്ഥത്തിന് ഇപ്പൊ ദുരിതം അനുഭവിക്കുന്ന ഞാനാ. നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. നിന്റെ ആയുഷുമായി മറ്റൊരു പപ്പൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. വല്യമംഗലത്ത് പപ്പനാഭൻ എന്ന പപ്പൻ.
അമ്മാവോ അമ്മാവാ അമ്മാവോ എന്താടാ ചെവിയെ കിടന്ന് കാണുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? എല്ലാവരും കുറച്ചൊന്ന് മാറി നിൽക്കുക. ദേ അമ്മാവന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടാ. എല്ലാവരും ഒന്ന് മാറിക്ക, ഒന്ന് മാറിക്ക. ദേ ഒന്ന് ഞൊന്നേ എടീ നീ ഞൊന്നേ. എന്താടാ സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ. അല്ല അമ്മാവനെ ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണാവോ? ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. അയ്യോ അതിനെന്തിനാ അമ്മ വിഷമിക്കുന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്തിനാ എന്നെ കൊല്ലാനോ? അല്ല ഞാനും അമ്മണി 3 ദിവസമായിട്ട് ഉറക്കം വെച്ച് ഇവിടെ കാത്തു കുത്തിരിക്കുക. അതറിയാവോ? അത് തന്നെയായ എന്റെയും വിഷമം. എന്ത്? എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു. നീ അവിടെ നിന്ന് എന്തോ ചെയ്യുവാടാ? ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പുക. സുഖമുണ്ടോ അമ്മാവ? എരപ്പി അവിടെ നിന്ന് വാളം പിടിച്ച് തൊട്ടാലറിയാത്ത കാലെ തിരിഞ്ഞാ മനുഷ്യനെ സൂപ്പിക്കുന്നത്. എനിക്ക് പോടാ അവിടെ നിന്ന്. പിന്നെ എല്ലാവരും ബഹളമില്ലാതെ പുറത്തു പോയി കഴിച്ചല്ലേ? എല്ലാവരും പുറത്തു പോ. അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ. ഈ പിള്ളേരുടെ ബഹളം കാരണം വായു വലിക്കുന്നത് കേൾക്കാൻ ഒക്കില്ല. അങ്ങേരത്ര പെട്ടെന്നൊന്നും ഇല്ലാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ഒറ്റ മാർഗമുള്ളു. അല്ലാതെ വിഷം കൊടുക്കണം. എന്റെ പ്രഭാകര ദൈവദോഷം പറയാതെ. പിന്നെ ചാകും പറഞ്ഞ് എത്ര ദിവസം നോക്കിയിരിക്കുന്ന മനുഷ്യൻ വേറെ പണിയില്ലേ? തിരക്കുള്ളവർക്കൊക്കെ പോകാം. ഞാനും അമ്മണി ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലയോ അതങ്ങ് മനസ്സിരിക്കട്ടെ, ഞങ്ങള് എങ്ങും പോകുന്നില്ല. ഞങ്ങള് ഇവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞില്ല പോകാൻ. തിരക്കുള്ളവർക്കൊക്കെ പോകാമെന്നല്ലേ പറഞ്ഞോളൂ അമ്മണി? അത്ര തന്നെ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ചേട്ടന് ആവശ്യത്തിന് ലീവുണ്ട്. അമ്മാവിന്റെ ചതി ഇറങ്ങിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ല. അതെ, ഓരോരുത്തർക്കുള്ളത് ആണോ പൈസ ഇല്ലാതെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ വീഴ്ച? എടാ കൊച്ചനെ നീ പോയ കാര്യം എന്തായി? സാധനങ്ങളൊക്കെ ഉടനെ എത്തും. എത്തുന്ന പറഞ്ഞ കാര്യമില്ല, എത്തണം. വേറെ ഉടനെ എത്തുമെന്ന്. അത് ആദ്യം എത്തണം, അതാണ് അത്യാവശ്യം അല്ലേ മണി? പിന്നെ ആ ഭജന പാർട്ടിയുടെ കാര്യം എന്തായി? അഡ്വാൻസ് കൊടുത്തു. എത്ര കൊടുത്തു? 100 രൂപ. അയ്യോ അത് കുറച്ച് കൂടുതലായി പോലെ ദൈവം. 35 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1 തരം പാർട്ടിയെ കിട്ടിയേനെ. പിന്നെ ഈ വകയ്ക്ക് എന്റെ പണം ചെലവായിട്ടുണ്ട്, അത് വരെ വയ്ക്കണം. ഇവരേതാ നക്കാപ്പിച്ച ദേ കണക്ക് കണക്കായിരിക്കണം. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതിന് മാത്രം കണക്കില്ലാതാവരുത്. ഇത് കേട്ടോട്ടെ അമ്മണി, ഇത് കേട്ടാ? ഇന്നലെ കറണ്ട് പോയപ്പോഴേ 1 രൂപ 50 പൈസയുടെ മെഴുകുതിരി വാങ്ങിച്ചത് ആരാ? ഞാനാ 1 രൂപ 50 പൈസയല്ല, 1 രൂപ 65 പൈസയുടെ മെഴുകുതിരി ഞാൻ കത്തിക്കുന്നുണ്ട്. എന്നിട്ട് വല്ല കണക്ക് പറഞ്ഞോ? കളയളിയാ, ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണ നേരത്തല്ലേ ഈ അനാ പൈസയുടെ കണക്ക് പറയണത്? അയ്യോ അതിന് മനുഷ്യനൊന്ന് ചത്തു കിട്ടിയിട്ട് വേണ്ടേ? എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ കാലനും വേണ്ടായോ? ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും. അത് വല്ലാതെ കുരയ്ക്കുന്നില്ല. കുറച്ചോട്ടാന് നിനക്കെന്താ കൂട്ടുകാരല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിന്റേതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. അതിവിടെ നിൽക്കും. ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കൊള്ളാലോ. ഏത് പോലീസുകാരൻ കൊടുത്താലും കിട്ടും 100 രൂപ. അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കല കേട്ടാ. എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ? എന്തിനാ അത്? അയ്യോ എന്റെ അമ്മാവൻ ചത്തേ. ഞാൻ ആദ്യം പോട്ടെ, എന്റെ മാവനാ. ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ. ഇതന്നെയാണോ ശരിക്കും നോക്ക്. അയാൾക്ക് വാദം ഉണ്ടെന്നല്ലേ പറഞ്ഞു? ആള് തന്നെയാ. വാദവും പിത്തമൊക്കെ ശരീരത്തിലേ ഉള്ളൂ, ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ? ഞാൻ കാലനാ. അല്ല, ആത്മാവ് ബോധം കെട്ട് വീഴോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ? നീ അകത്തേക്ക് അല്ലേ? ഇവന്റെ ശരീരം ഞാനിവിടെ വടിയാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കോ, താമസിക്കണ്ട. ഇടാ പേടിക്കാനൊന്നുമില്ലടാ.
എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിച്ചാൽ മതി. ചെല്ല്. ആ പിന്നെ ഒരു കാര്യം, ഇനിയുള്ളതിന്റെ 7 ദിവസം ഇവിടെ കഴിഞ്ഞോണം. ചുമ്മാ എന്നെ ശല്യപ്പെടുത്തരുത്. ആ ദാ. അയ്യോ അമ്മാവൻ ഞങ്ങളെ വിട്ടേച്ച് പോയല്ലോ. മര്യാദ കിടന്ന് ഉറങ്ങിക്കൂ. 2 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട് മുഖത്ത്. അപ്പുറത്തേക്ക് എന്നാലേ മരിപ്പറിയിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന് ഓടേണ്ടി വരും. ഞാനിവിടെ കിടന്ന സംഗതി ആ കുഴ കിട്ടാൻ ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. അവര് കൊറേ കുഴയ്ക്കും. ഈ അമ്മിണിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ. ആരെങ്കിലും ചോദിച്ചാലേ ഞാനിവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. അത് പിന്നെ പറയാനുണ്ടോ? നാളെ 10 മണിക്ക് മുമ്പ് ഈ ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം വിടായിരുന്നു. എത്ര ദിവസമായി കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിട്ട്? അങ്ങനെ ഇപ്പൊ പോകണ്ട. തന്റെ കുട്ടികളായിരിക്കും. പപ്പൻ ചേട്ടൻ അറിയാമല്ലോ, ഒരു MLA എന്ന് പറയുമ്പോ അയാൾക്ക് ആ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളുമായി ബന്ധം കാണും. ഇതെന്തായത്? ഇത് നമ്മുടെ പാർട്ടിയുടെ വക ഒരു സന്തോഷം. നമ്മുടെ പാർട്ടിയോ? പപ്പൻ ചേട്ടൻ എന്റെ പാർട്ടിക്കാരാണല്ലോ. ഞാൻ പഴയ പപ്പനല്ല. പഴയതായാലും പുതിയതായാലും ഞങ്ങൾക്ക് പപ്പൻ ചേട്ടനെ മറക്കാനാവില്ല. നിങ്ങൾ വന്ന കാര്യം പറയണം. ഒരു ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. എന്ത് വിരോധം? ഫോട്ടോ. പപ്പൻ ചേട്ടൻ ഒന്നും തോന്നരുത്. നാളെയും മറ്റന്നാളും എനിക്ക് തീരെ സമയമില്ല. അതുകൊണ്ടാണ് ഇത് ഇന്ന് തന്നെ ആക്കിയത്. ഒരു നിമിഷം കണ്ണടച്ചു പ്ലീസ് പ്ലീസ്. എടുത്തോളൂ. എടുക്കാൻ പറ്റേ. അപ്പോഴേ ഇങ്ങോട്ട് വാ. പോവുകയാണെങ്കിൽ കുന്തോ കൊണ്ട് പോ. എടുത്തോളൂ. എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കൂ. കളയണ്ട, ഇനിയും ഉപയോഗിക്കാം. എഴുന്നേക്കടാ. എന്തൊരു ഉറക്കമാടാ ഇത്? ആരാ? ഞാനാ, കാലൻ. അങ്ങനെ നോക്കിയാലൊന്നും എന്നെ കാണില്ല. നശ്വരമായ ശരീരത്തിലിരിക്കുന്ന നിനക്ക് അനശ്വരനായ എന്നെ കാണാൻ സാധിക്കില്ല. നിനക്കൊരു ശരീരമുണ്ടെന്നുള്ള ചിന്ത വെടിഞ്ഞ് എന്നെ ധ്യാനിക്കുക. എങ്ങനെയുണ്ട് പപ്പ? ഇതൊരു തരം ചീറ്റിംഗ് ആയിപ്പോയി. അത് കൊള്ളാം.
നല്ലൊരു ശരീരം സംഘടിപ്പിച്ചെന്ന് അതിന്റെ വിശേഷമൊക്കെ ഒന്ന് അറിയാന്ന് കരുതുന്നപ്പോ നീ എന്റെ മെക്കെട്ട് കയറുകയാണോ? ഇതൊരു ശരീരമാണോ? എന്നാ കണ്ടു മനസ്സിലാകുന്നില്ലേ? എന്റെ ശരീരം എത്ര സ്മാർട്ട് ആയിരുന്നു എന്ന് കാലിനറിയാമോ? അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ കൈ ഒഴിഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടം എനിക്കാ. എന്റെ വിലപ്പെട്ട ഒരു ദിവസം ഇവിടെ പോകുന്നത്. ദേ ഇന്ന് രണ്ടിലും ചെയ്യണം. എന്ത് ചെയ്യണോന്ന്? എനിക്ക് ശരീരം വേണ്ട. എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല. വെറും യൂസ്ലെസ്. ദേ എനിക്ക് ഉടനെ ഒരു നല്ല ശരീരം സംഘടിപ്പിച്ചു തരണം. ആയുസത്ത് അത് ആളെ പിടിക്കുന്ന എങ്ങനെടാ? അപ്പൊ എന്നെ പിടിച്ചതോ? അത് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധമല്ലേ പപ്പ? എങ്കിൽ അതുപോലെ ഒരു അവസരം കൂടി ചെയ്യേ. നല്ല ഒരുത്തിനെ പിടിച്ച അവന്റെ ശരീരം എനിക്കിതാ. നിന്റെ കാര്യം തന്നെ എന്നെ പുലിവാല പിടിപ്പിച്ചിരിക്കുക. നീ അതും പറയാനിട്ടാ വേറെ. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റേ. എന്നാ മരിച്ചോ? അയ്യോ അതല്ല. ഓ ഒന്ന് എഴുന്നേക്കെന്ന് ഒരു കാര്യം കാണിച്ചാരാ. എന്ത് കാര്യം? വാ. ഈ പാതിരാത്രിക്ക് എന്തോന്നറിയ കാര്യം? പാതിരാത്രി നേരം വെളുക്കാറായി. വരാനല്ലേ പറഞ്ഞത്? കൈവിട്. വാന്ന്. കൈവിട്. വാ. വരാം. വിടാണ്ടങ്ങനെ വരാൻ പറ്റുന്നേ. നേരെ അങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് വരാനേ. അവിടെ നോക്ക്. എന്താ? ഞാനിതൊക്കെ നിങ്ങളോടല്ലാതെ പിന്നെ വേറെ ആരോട് പറയാനാ? ഭ്രാന്താണോ? അതൊന്നും എന്നോട് പറയണ്ട. ഒരു നിവൃത്തിയില്ല. ഈ ദുരിതങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ നോക്കൂ. അത് ശരി. മനുഷ്യന്റെ അവസ്ഥയെ പറ്റിയും അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗങ്ങളല്ലല്ലോ നിങ്ങൾ. ഈ കുരങ്ങുകളി ഇന്നെങ്കിലും അവസാനിപ്പിക്കണം. ഞാനോ? എന്തിന്? എവിടെ? ഇവിടെയോ? എപ്പോഴേ? ഇപ്പോഴോ? അധികമുണ്ടോ? നീ ചൂടാകാതെ. സത്യം പറഞ്ഞ നിന്റെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. വിഷമമുണ്ടെന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? എനിക്കും കൂടെ തോന്നണ്ടേ? നിനക്ക് തോന്നാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എനിക്ക് എല്ലാരും വിവരം അറിയിക്കണം. ഞാൻ ജീവിച്ചിരിപ്പില്ലെന്ന കാര്യം എല്ലാരും അറിയണം. അതിന് നീ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ? കണ്ടവന്റെയൊക്കെ ശരീരത്തിൽ കയറി ജീവിച്ചിട്ടുണ്ട് കാര്യം, പ്രത്യേകിച്ച് ഈ കിളവന്റെ ശരീരത്തിൽ. എഴുന്നേറ്റ് ശരിക്ക് നടക്കാൻ പറ്റുന്ന ഒരുത്തനെ എനിക്ക് സംഘടിപ്പിച്ചു തരണം. എന്നിട്ട് എന്തോ ചെയ്യാനാ? എന്റെ കഥ എല്ലാരും അറിയിക്കാൻ. എന്റെ പപ്പ, നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത്. ഭൂമിയിൽ ആരോട് പറഞ്ഞാലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് പിടിച്ച് ചങ്ങലക്കിടും. പിന്നെ നിന്റെ ശേഷിച്ച ദിവസങ്ങളിൽ ചങ്ങല കിടക്കേണ്ടി വരും. ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാ. ചങ്ങല ഇല്ലെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു ഭാഗം മുഴുവൻ ഫീസായി കിടക്കുക. മര്യാദക്ക് നല്ലൊരു ശരീരം സംഘടിപ്പിച്ചു തന്നില്ലെങ്കിൽ നീ നാളത്തെ ഒരു ദിവസം കൂടെ ഒന്ന് ക്ഷമിക്ക. നാളെ രാത്രി ഒരുത്തം മരിക്കാനുണ്ട്. ആരാ? പേര് കേട്ട ഒരു ചട്ടമ്പി. ചട്ടമ്പിയോ? ആള് പാവമാ. കളവും ചട്ടമ്പിത്തരവും ഒക്കെ പണക്കാരുടെ അടുത്തേ ഉള്ളൂ. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാ. അതാരാണ്? കായംകുളം കൊച്ചുണ്ണിയോ? കായംകുളം കൊച്ചുണ്ണിയല്ല, കായിക്കര കൊച്ചാപ്പു. ആരാ? എന്ത് വേണം? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആൻഡപ്പൻ. ഞാൻ തന്നെയാ. നമ്മളാരാ? ഞാൻ കൊച്ചാപ്പു, SI കൊച്ചാപ്പു. SI ആണോ? വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് SI ആണെന്ന് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാതിരിക്കുക. താമസം തുടങ്ങിയല്ലേ ഉള്ളൂ, സമയം കിട്ടിയില്ല. ഗ്രേസി, കംല. ഗ്രേസി എന്റെ ഭാര്യ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വലിയ വീട്ടിലോ? കൂട്ടിനെങ്കിലും ഒരാളെ താമസിപ്പിക്കാമായിരുന്നു. എന്തിനാ? എനിക്ക് കൂട്ട് ഗ്രേസി, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, എനിക്ക് കൂട്ട് ഗ്രേസി. ഇതാണ് സാക്ഷാൽ ഗ്രേസി. നമസ്കാരം. കൊച്ചാപ്പു. വെറും കൊച്ചാപ്പു അല്ല, SI കൊച്ചാപ്പു, സബ് ഇൻസ്പെക്ടറാ. നമ്മളെ കാണാനും പരിചയപ്പെടാനും വേണ്ടി ഇവിടെ വന്നതാ. എന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണല്ലോ. സിംഗപ്പൂരിൽ നിന്നും പുതുതായി ഒരു കുടുംബം താമസിക്കാൻ വരുമ്പോ അന്വേഷിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണല്ലോ. ഗ്രേസി, ചായ?
കൊണ്ടുവരാം. ആ പിന്നെ ചായ അല്ലാതെ ഹോട്ടായിട്ട് വേറെ എന്തെങ്കിലും വേണ്ട. ആ പൊക്കോളൂ. അതെ, അപരിചിതനെ വീട്ടിൽ കയറ്റുന്നത് ഗ്രേസിക്ക് വലിയ പേടിയാ. അതെന്താ? കുഞ്ഞല്ലേ. ആര്? ഗ്രേസി ഇപ്പൊ പോയതോ? ഞാനും അവളും കൂടെ റോഡിൽ നടന്നു പോകുന്ന കണ്ടിട്ട് പലരും ചോദിച്ചിരുന്നു, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ. അത് അസൂയുണ്ടാ? ആയിരിക്കും. എങ്ങനെ അസൂയില്ലാതിരിക്കും? ഈ കാണാവുന്ന സർവ്വ സ്വത്തിനും അവകാശി അവളാണെങ്കിൽ കൊച്ചു പെണ്ണും. ഇത്രയും സ്വത്തുക്കളുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ. മറ്റൊന്നും കൊണ്ടല്ല, ഈ നാട്ടിൽ കള്ളന്മാര് കുറച്ച് കൂടുതലാ. കള്ളന്മാർ ഈ വീട്ടിൽ നിന്നോ? നിങ്ങൾ ഈ പോലീസ് എന്ന് പറയുന്നവർ പലതും എന്നിൽ നിന്ന് പഠിക്കാനുണ്ട്. സിംഗപ്പൂർ ആൻഡപ്പൻ എന്ന പേര് കേട്ടാൽ സിംഗപ്പൂരിലെ സർവ്വമാന കള്ളന്മാരും ഞെട്ടി പറയ്ക്കും. സിംഗപ്പൂര് പോലല്ലോ നമ്മുടെ നാട്. കുറഞ്ഞ പക്ഷം ഒരു പട്ടിയെങ്കിലും വളർത്താമായിരുന്നു. ഞാനുള്ളപ്പോ ഇവിടെ എന്തിനാ ഒരു പട്ടി? അത് ശരി, പക്ഷേ സ്വയരക്ഷയ്ക്കെങ്കിലും. സ്വയരക്ഷയ്ക്കോ? ഇത് കണ്ടാ പിന്നെ കള്ളന്മാരെടുക്കോ? സാധനം ഫോറിനാ. കളിത്തോക്ക, പക്ഷെ കണ്ടാ പറയില്ല. കള്ളന്മാർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. അതെ, പേടിയുള്ളവർക്ക് പേടിക്കാൻ ധാരാളം മതി. സിംഗപ്പൂരിൽ കള്ളന്മാരെ പിടിച്ചു കൊടുക്കലായിരുന്നു എന്റെ ഹോബി. ഓഹോ, കാളി മുഴുവൻ ഇതുകൊണ്ടാ. ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയുണ്ട് ധാരാളം കാണാൻ. വരൂ. ആ വാതിൽ അടച്ചു. ഇതെന്താവുന്നു? ഇത് ഈ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ക്ലോസറ്റ് എന്നാ അതല്ല. തുറക്കൂ. ഞാൻ തുറക്കാനോ? അവമാനിക്കാനല്ല, ധൈര്യമായിട്ട് തുറന്നോളൂ. ഇനി പറയൂ, ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കിടത്തി വെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. ആര്? കായിക്കര കൊച്ചാപ്പു. അതാരാ? നിങ്ങൾ SI അല്ലേ? ശവക്കോട്ടപ്പറമ്പിൽ ഇട്ടിമകൻ കൊച്ചാപ്പു, SI കൊച്ചാപ്പു. ഹൻസാം. നമ്മൾ സ്നേഹിതന്മാരായി പോയതുകൊണ്ട് വാച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്കിതിൽ നിന്നും ഒരു 10,000 രൂപ വേണം. 10,000 രൂപയോ? 10 പൈസയിലാന്ന് കിട്ടില്ല. പൈസയായിട്ട് വേണ്ട, രൂപയായിട്ട് മതി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താനാണ്. ഒരു നല്ല കാര്യം പറയുമ്പോൾ നിങ്ങൾ നോക്കി നിന്നാലോ, എടുക്കണം. എന്ത് നല്ല കാര്യം? നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു ചീത്ത കാര്യമാണോ? നീ എന്നെ കൊല്ലുവോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൊല്ലാനും കൊച്ചാപ്പനും മടിയില്ല, എടുക്കണം.